പ്രൈസ് ലോർഡ്. സന്തോഷമുള്ള ദൈവജനം കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ആരാധന കൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനമായി ഈ പകലിൽ തന്നല്ലോ. ദൈവത്തെ സ്തുതിക്കുന്ന ഓരോ നിമിഷവും അത് ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിക്കാൻ പലപ്പോഴും കഴിയും. കാരണം ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്താൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. എൻ്റെ ലൈഫിൽ ഞാൻ പലപ്പോഴും നമ്മൾ ഇവിടെ എഴുന്നേറ്റ് സാക്ഷ്യം പറയാറില്ലെങ്കിൽ പോലും പലപ്പോഴും ഞാൻ ഇവിടെ ആൾക്കാർ സാക്ഷ്യം പറയുമ്പോഴും പാട്ടുകൾ പാടുന്ന സമയത്തൊക്കെ ദൈവം എത്ര വിശ്വസ്തനാണെന്ന് ചിന്തിക്കുമ്പം ഹൃദയത്തിൻ്റെ അന്തരംഗത്തുനിന്ന് അറിയാതെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങും. അങ്ങനൊരു മനസ്സും ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവട്ടെ. അധികം സമയം ദീർഘിപ്പിക്കാതെ ഇന്നത്തെ ചിന്തയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. സഭാപ്രസംഗികൾ 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. സഭാപ്രസംഗി 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ആരെങ്കിലും ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. ഹീ ഹാസ് മെയ്ഡ് എവറിത്തിങ് ബ്യൂട്ടിഫുൾ ഇൻ ഹിസ് ടൈം. നമുക്കൊരു നിമിഷം കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ആരാധനയിൽ ഞങ്ങൾ അല്പസമയം അങ്ങയുടെ വചനവുമായി തിരുസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അപ്പച്ച അടിയന് പറയാനുള്ളതല്ല, അതിനപ്പുറമായി ആത്മാവിന് എന്ത് ജനത്തോട് കൈമാറാനുണ്ടോ അത് ഇന്ന് പകൽ അടിയനൂടെ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം അതിന്ന് പകൽ ക്രിയ ചെയ്യുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളിൽ അതൊരു വലിയ വിടുതലായി, അനുഭവമായി, അനുഗ്രഹമായി മാറുവാൻ ദൈവം ഇടയാക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കറിയാം, തിയോളജിയൻസൊക്കെ പറയുന്നത് ഈ ബുക്ക് എഴുതിയത് ശലോമോനാണ് അല്ലേ, ജ്ഞാനിയായ ഹിസ്റ്ററിയിൽ ഏറ്റവും റിച്ചസ്റ്റായ ഒരു കിങ് അല്ലേ. അതുപോലെ ഒരു രാജാവ് പിന്നീട് ഉണ്ടായിട്ടില്ല. അവൻ ലൈഫിലെ എല്ലാ സുഖങ്ങളും എല്ലാ സന്തോഷവും ലൈഫിലെ എല്ലാ സീസണിലും അവൻ എൻജോയ് ചെയ്ത ഒരു മനുഷ്യനാണ് എന്ന് പറയാൻ കാരണം അവൻ്റെ ലൈഫിൽ എല്ലാവിധ പ്ലഷറും എല്ലാ സക്സസ്സും തൻ്റെ കിങ്ഡത്തിൽ മാത്രമല്ല അവൻ്റെ പേഴ്സണൽ ലൈഫിൽ അവൻ എൻജോയ് ചെയ്തിട്ടുള്ള ലൈഫിൽ. പക്ഷേ ശലോമോൻ ഇതെല്ലാം ഉള്ള സകല സക്സസ്സും സകല നന്മകളും സകല അനുഗ്രഹങ്ങളുമുള്ള ശലോമോൻ അവൻ്റെ ലൈഫിൽ തിരിച്ചറിയുന്നു ദൈവമില്ലാതെ ബാക്കിയെല്ലാം എംപ്റ്റിയാണെന്നും ദൈവമില്ലാതൊരു ലൈഫില്ലെന്നും ദൈവത്തെ കൂടാതെ ഒന്നും സാധ്യമല്ലതും തിരിച്ചറിഞ്ഞു. ശലോമോൻ ഇവിടെ ഈ 3-ാം അധ്യായത്തിൽ പല കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ജനിക്കാനൊരു കാലം, മരിക്കാനൊരു കാലം, വീപ്പ് ചെയ്യാനൊരു കാലം, സന്തോഷിക്കാനൊരു കാലം, ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശലോമോൻ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സീസണും ദൈവത്തിൻ്റെ കൺട്രോളിലാണ്. ദൈവത്തിൻ്റെ കൺട്രോൾ കൂടാതെ യാതൊന്നും എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. ദൈവത്തിൻ്റെ കൺട്രോളിൽ കൂടാതെ യാതൊരു കാര്യവും സംഭവിക്കുന്നില്ല. ഇന്ന് പകൽ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന സകല സാഹചര്യങ്ങളും, നിങ്ങൾ കടന്നു പോകുന്ന അനുഭവിക്കുന്ന എല്ലാ സിറ്റുവേഷൻസും, നിങ്ങളായിരിക്കുന്ന എല്ലാ മേഖലകളും ആരുടെ കൺട്രോളിലാണ്? ദൈവത്തിൻ്റെ സർവശക്തനായ നമ്മെ മെനഞ്ഞ് നമ്മെ വാർത്ത് നമ്മളെ ഇന്ന് നിലവാരത്തിൽ കൊണ്ടു നടക്കാൻ കൃപ തരുന്ന ദൈവത്തിൻ്റെ കൺട്രോളാണ്. പലപ്പോഴും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ടഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ബാറ്റിൽ, അത് വാർഫെയർ അല്ല, അത് ടെംപ്റ്റേഷൻ അല്ല, അത് സഫറിങ് അല്ല, മറ്റെന്താണ്? വെയിറ്റിങ്, കാത്തിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് അവർ ലൈഫിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ബാറ്റിൽ. നമുക്കെല്ലാവർക്കും ടെംപ്റ്റേഷനിൽ കൂടെ ഒക്കെ ഒരുപക്ഷെ നമ്മൾ കടന്നു പോകും, നമ്മൾ വാർഫെയറിൽ കൂടെ കടന്നു പോകും, നമ്മൾ സഫറിങ് കൂടെ ഒക്കെ എങ്ങനെങ്കിലുമൊക്കെ നമ്മൾ കടന്നു പോകും. പക്ഷെ കാത്തിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കാത്തിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. പല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഹ്യൂമൻലി മാനുഫാക്ചർ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു ജനറ്റിക്കൽ ഡിസോർഡർ എന്തുണ്ട്? നമുക്കുണ്ട്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിന് പകരം നമ്മൾ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദത്തം അത് നമ്മൾ കേട്ടിട്ടും ദൈവത്തിൻ്റെ വാഗ്ദത്തം തിരിച്ചറിഞ്ഞിട്ടും ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്തെന്ന് നമുക്കറിയാമെങ്കിലും പലപ്പോഴും നമ്മൾ ഹ്യൂമൻലി മാനുഫാക്ചർ ചെയ്ത് അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കും. അത് നമ്മുടെ ആത്മീക വിഷയങ്ങൾ, നമ്മുടെ സ്പിരിച്വൽ തിങ്സിലാവാം, നമ്മുടെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിലെ ഏത് മേഖലയിലുള്ള കാര്യങ്ങളിലും ആവാം. നമ്മുടെ ആത്മീക ദൈവം ഒരു വലിയ വാഗ്ദത്തം തന്നിട്ടുണ്ട്. പക്ഷേ അതിന് വേണ്ടി കാത്തിരിക്കാൻ കഴിയാതെ, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ
കഴിയാതെ നമ്മൾ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പം ഈ സ്ട്രോംസിനേക്കാളും വലിയ പാടാണ് സൈലൻസിനെ എന്ത് ചെയ്യാൻ, ഹാൻഡിൽ ചെയ്യാൻ. നമുക്കെല്ലാവർക്കും വലിയ കഷ്ടത്തെ കൂടെ ഒക്കെ കടന്നു പോകാൻ കഴിയും. പക്ഷെ നമ്മളവിടെ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നൊരു മറുപടി കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഭയങ്കര വിഷമം അല്ലേ? ആ വിഷമം അനുഭവിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന് പ്രാർത്ഥിക്കുന്ന ആരും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. പ്രാർത്ഥിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റത്തുള്ളൂ. കുഴപ്പമില്ല. അപ്പം എൻ്റെ ലൈഫിലെ അനുഭവം ഞാൻ പറയാം. ഞാൻ ഒരു പാസ്റ്റർ വീട്ടിൽ, നമുക്ക് സമയമില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് എൻ്റെ മെസ്സേജിലേക്ക് കിടക്കാം. പാസ്റ്റർ വീട്ടിൽ ജനിച്ചു വളർന്നുകൊണ്ട് മാത്രമല്ല ഫിനാൻഷ്യലി കുഴപ്പമില്ലാത്തൊരു ഫാമിലിയിൽ നിന്നാണ് വരുന്നതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ പാസ്റ്റേഴ്സ് പ്രസംഗിക്കുന്നു, വചനം കേൾക്കുന്നു, നമ്മൾ വചനം പഠിക്കുന്നു, ഇതെല്ലാം ഉണ്ട്. പക്ഷേ കാത്തിരിക്കേണ്ട എന്ത് ചെയ്യുന്നിട്ടില്ല, ഒരവസരം ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാനിവിടെ അമേരിക്ക ബൈബിൾ കോളേജിൽ പഠിക്കാൻ വന്നപ്പോൾ ദൈവം പതുക്കെ ഓരോരോ അവസരങ്ങളൊക്കെ തന്നു തുടങ്ങി. കാരണം ഇവൻ ഈ പ്രശ്നങ്ങളിൽ കൂടെ ഒന്നും കടന്നു പോയിട്ടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, തന്നെ പഠിക്കണം. നമ്മൾ കടന്നു പോകേണ്ട, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട അനുഭവം വരേണ്ട മേഖലകൾ ദൈവം കൊണ്ടുവരാൻ തുടങ്ങി. അന്നേരം എന്ത് ചെയ്യാൻ തുടങ്ങി, കാത്തിരിക്കാൻ തുടങ്ങി. അപ്പം ഞാനും ചിന്തിച്ചു, ഓക്കെ, ചിലപ്പം പല കാര്യങ്ങളും ദൈവത്തിൻ്റെ ഹിതമാണെന്ന് വിചാരിച്ചെടുത്തിയാടിയ മേഖലകളുണ്ട്. അതാണ് ഹ്യൂമൻലി മാനുഫാക്ചർ ചെയ്യുന്ന സംഭവങ്ങൾ. ദൈവത്തിൻ്റെ സമയമാണോ, ദൈവത്തിൻ്റെ വഴിയാണോ, ദൈവത്തിൻ്റെ കരമാണോ എന്ന് തിരിച്ചറിയാതെ നമ്മൾ ഹ്യൂമൻലി മാനുഫാക്ചർ ചെയ്യുന്ന അനുഭവങ്ങൾ, അത് പലപ്പോഴും ഫെയിലിയറായി പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് പകല് ദൈവമക്കളോട് ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം വെച്ചിരിക്കുന്ന പദ്ധതിക്കായി കാത്തിരിക്കാനുള്ളൊരു മനോഭാവം ഇന്ന് പകല് നിൻ്റെയും എൻ്റെയും ഹൃദയങ്ങളിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലിയ, നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയ കാര്യങ്ങൾക്കപ്പുറമായി വലുത് എന്തോ റിസീവ് ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു ജനമാണ് ആണെങ്കിൽ അവർക്ക് വേണ്ടി വലിയ നന്മകൾ അതിൻ്റെ സമയത്ത് കൊണ്ടുവരുന്ന ഒരു ദൈവം അല്ലേ? അപ്പം ദൈവത്തിൻ്റെ സമയം, ടൈമിങ്, ഗോഡ്സ് ടൈമിങ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ഹ്യൂമൻ ടൈമിങ്. ദൈവത്തിൻ്റെ സമയം മനുഷ്യൻ്റെ സമയവുമായി വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് അത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ സമയത്തിൻ്റെ പ്രത്യേകത എന്താ? അത് മനുഷ്യനറിയാവുന്ന ഒന്നല്ല, മനുഷ്യൻ അറിയാവുന്നൊരു സമയമല്ല. നമുക്ക് ഈ നടക്കുന്ന സമയങ്ങളെല്ലാം അറിയാം. ഓക്കെ, എന്തൊക്കെ ഏത് സീസൺ എപ്പോൾ സംഭവിക്കുന്നു, എപ്പം മഴ പെയ്യും, അല്ലെങ്കിൽ ഏതൊക്കെ കാലങ്ങളിൽ നടക്കുന്നു, ഇതെല്ലാം അറിയാം. പക്ഷെ നമ്മുടെ കരത്തിൽ കയ്യിലില്ലാത്ത ഒരു കാര്യമാണ് എന്ത്? ദൈവത്തിൻ്റെ സമയം. ദൈവത്തിൻ്റെ സമയത്തെ തിരിച്ചറിയുന്ന ദൈവജനത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ദൈവത്തിൽ നിന്നുള്ള നന്മ പ്രാപിച്ച് മുന്നേറാൻ പറ്റും. എങ്ങനെയാണ് ദൈവത്തിൻ്റെ സമയം തിരിച്ചറിയുന്നത്? എങ്ങനെയാണ് ദൈവത്തിൻ്റെ സമയം നമ്മൾ തിരിച്ചറിയുന്നത്? പലപ്പോഴും പലരും പറയാറുണ്ട്, നമ്മുടെ ആ സ്പിരിറ്റിലൊരു പീസ് ഫീൽ ചെയ്യാൻ കഴിയും ആ ഒരു സിറ്റുവേഷൻസ്. എന്നാൽ അതിനൊക്കെ അപ്പുറമായി പെട്ടെന്ന് ഞാനൊരു കാര്യം പറയാം. 3 ഇൻസിഡൻസ് നമ്മുടെ മുമ്പിൽ പറയാനുണ്ട്. അതിന് മുമ്പായിട്ട് ഒറ്റ കാര്യം ഞാൻ പറയാം. ദൈവത്തിൻ്റെ സമയമാകുമ്പം സംഭവിക്കുന്നത് അത് പെട്ടെന്നാണ്. ദൈവത്തിൻ്റെ സമയത്തിൻ്റെ ഒരു പ്രത്യേകത, അത് ക്വിക്ക്ലി ഡോർസ് ഓപ്പൺ ആവും. വൈഡറായ പുത്തൻ വാതിലുകൾ അതതിൻ്റെ സമയത്ത് തുറക്കും. നമ്മൾ മുട്ടുന്ന വാതിലുകൾ പലപ്പോഴും അടയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ, ഇതായിരിക്കും ദൈവത്തിൻ്റെ പദ്ധതി. പക്ഷെ പിശാച് എന്ത് ചെയ്ത് വെച്ചേക്കുക, തടഞ്ഞു വെച്ചേക്കുക. പിശാച് പോലും അറിയുന്നില്ല. പിശാച് പറയോ, ഈ കാര്യം ഞാൻ ചെയ്തതല്ലോ, ഞാൻ ഇതിനു വേണ്ടി എന്ത് ചെയ്യുക, കംപ്ലൈൻസ് കേൾക്കുക. പക്ഷേ പിശാച് അല്ല, ദൈവമാ ചിലപ്പോൾ ആ വാതിൽ അടച്ചു വെച്ചേക്കുക. നമ്മളത് തിരിച്ചറിയാതെ ആ വാതിൽ മുട്ടിയിട്ട് നമ്മളത് ഹ്യൂമൻലി മാനുഫാക്ചർ ചെയ്ത് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പം ഇന്ന് പകല് ദൈവത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ പദ്ധതി എവിടോ വിട്ട് നീ മാറി സഞ്ചരിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കും. നമുക്ക് അബ്രഹാമിനെ അറിയാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരും. അബ്രഹാമിനെ ദൈവം ഇതാ വിളിച്ചിറക്കി. 75 വയസ്സുള്ള ഒരു അബ്രഹാം, 75 വയസ്സുള്ള മനുഷ്യന് ദൈവം വാഗ്ദത്തം കൊടുക്കുന്നു, ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും. അവൻ നോക്കുമ്പോൾ അവൻ്റെ വാഗ്ദത്തത്തിന് വിപരീതമാണ് അവൻ്റെ ജീവിതം മൊത്തം. വാഗ്ദത്തത്തിന് അനുകൂലമായി ഒന്നുമില്ല. ദൈവം കൊടുത്തു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അവൻ നോക്കുമ്പോൾ അവൻ്റെ ഭാര്യ ബാരനാണ്. അവൻ്റെ ലൈഫിൽ അവനൊത്തിരി പ്രായമായി. അവൻ്റെ സിറ്റുവേഷൻസ് ഒന്നും ശരിയല്ല. എങ്കിലും വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയാത്ത സിറ്റുവേഷൻ. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് പുറത്തിറങ്ങി, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് യാത്ര തുടങ്ങി. സകലതിനെയും വിട്ട്, അവൻ്റെ ജന്മദേശം, അവൻ്റെ സകലതും വിട്ട്, അവൻ്റെ കുലത്തൊഴിലെല്ലാം ഉപേക്ഷിച്ച് അവൻ യാത്ര തുടങ്ങി. എന്നാൽ അവൻ്റെ സിറ്റുവേഷൻ, പ്രോമിസ്, ഈ ടെസ്റ്റാണ് ഹാർഡസ്റ്റ്. എന്തിനാ? പ്രോമിസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ സമയത്തെ ടെസ്റ്റുകളാണ് എന്ത്? ഏറ്റവും കട്ടിയുള്ള
കാര്യം. ദൈവം ഒരു പ്രോമിസ് തരുമ്പം ഭയങ്കര ഈസിയാണ്, അതിനെ റിസീവ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. പക്ഷേ ആ സൈലൻസ് പീരീഡ്, ആ ടെസ്റ്റ് കൂടെ കടന്നു പോകുന്ന ആ കാലം, ആ ഹ്യൂമൻലി മാനുഫാക്ചർ ചെയ്യാതെ മാറി ദൈവത്തിന് വേണ്ടി കരഞ്ഞിരുന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് മുമ്പിൽ കരഞ്ഞ് ദൈവമേ അത് ചെയ്യണമേ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന അനുഭവം, അത് വലിയ ടഫസ്റ്റാണ്. ഇന്ന് പകലിൽ പലപ്പോഴും മനുഷ്യൻ എന്തോ ചെയ്യുന്നത്, ഡേഞ്ചർ എന്തോന്നറിയാമോ? ദൈവത്തിന് മുമ്പായി നമ്മൾ ഓടാൻ പലപ്പോഴും ശ്രമിക്കും. അബ്രഹാം ദൈവത്തിന് മുമ്പായി ഭാര്യയുടെ വാക്ക് കേട്ട് ഓടാൻ ശ്രമിച്ചു. ദൈവത്തിൻ്റെ മുമ്പായി ഓടാൻ ശ്രമിച്ചപ്പോൾ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുക. അവർ വർഷങ്ങൾ നോക്കി, അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. വർഷങ്ങൾ കാത്തിരുന്നപ്പോൾ ഓരോ ബർത്ത്ഡേയും കഴിയുമ്പം അവർക്ക് ടെൻഷനാണ്. ഉയ്യോ, ഒരു വയസ്സൂടെ കൂടി. ഓരോ ബർത്ത്ഡേ സെലിബ്രേഷൻ കൂടെ ജോലിക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, പലരുണ്ട്. ഓരോ ബർത്ത്ഡേ കഴിയുമ്പോൾ അയ്യോ ഒരു വയസ്സൂടെ കൂടി. ദൈവത്തിൻ്റെ പ്രോമിസ് പെട്ടെന്ന് ഓർക്കുക, ദൈവത്തിൻ്റെ പ്രോമിസ് അവിടെ കിടക്കുന്നു. പക്ഷെ ഒരു വർഷം കൂടെ കഴിഞ്ഞ് എൻ്റെ ഭാര്യ പിന്നെയും ബാരനായി, ഞാൻ പിന്നെയും വീക്കായി. ടഫസ്റ്റ് സിറ്റുവേഷൻസ് കൂടി വരുന്നു. സാഹചര്യം എല്ലാം കൺഫ്യൂസിങ്, സാഹചര്യത്തിലെല്ലാം ഡിലേ മാത്രമേ ഉള്ളൂ, യാതൊന്നും പോസിറ്റീവായി സംഭവിക്കുന്നില്ല. അവൻ എന്ത് ചെയ്തു? ഭാര്യയുടെ വാക്ക് കേട്ട് തീരുമാനിച്ചു ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാം, ഇത് ചിലപ്പോൾ ദൈവത്തിൻ്റെ വഴിയായിരിക്കും. ഭാര്യയ്ക്ക് ഈ ബുദ്ധി പറഞ്ഞു കൊടുത്തു, ദൈവമായിരിക്കും എന്ന് പറഞ്ഞ് ഹ്യൂമൻലി മാനുഫാക്ചർ ചെയ്യാൻ അവൻ ശ്രമിച്ചു. ഇന്ന് നാം അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും തുടക്കം അവിടുന്ന്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ദൈവത്തിന് മുമ്പേ ഓടാനല്ല നീ ശ്രമിക്കേണ്ടത്. ദൈവം കാണിച്ചു തരുന്ന വഴി എന്തോ അതിൽ മാത്രം ഓടി സഞ്ചരിച്ച് യാത്ര ചെയ്യാൻ കഴിയുന്ന ദൈവജനത്തിന് വാഗ്ദത്തം ഉണ്ടെങ്കിൽ അവൻ തന്നിരിക്കും. അതതിൻ്റെ സമയത്ത് അത് ചെയ്യുന്ന ദൈവം അത്രയെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അബ്രഹാം ഈ മുമ്പേ യാത്ര ചെയ്തു. അവൻ അന്നേരം ആ ഒരു മൊമെൻറ്റിലേക്ക് ഒത്തിരി ഹാപ്പിയായി. പക്ഷേ പിന്നീട് അവൻ തന്നെ അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ട സിറ്റുവേഷൻസ്, അവൻ്റെ രക്തത്തിൽ പിറന്നതിനെ പറിച്ചു മാറ്റപ്പെടേണ്ട ഒരു അനുഭവത്തിൽ കൂടെ അവൻ കടന്നുപോയി. വേദനകൾ അനുഭവിക്കും. നമ്മൾ ഹ്യൂമൻലി മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ ഡിഫക്ട്സ് എന്തോ, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തോ, അത് നമ്മൾ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അതിന് നമ്മൾ ദൈവത്തോട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ദൈവം പലപ്പോഴും മനസ്സലിഞ്ഞ് ദൈവം എന്ത് ചെയ്യും? ദൈവം അതിന് ഒരു നീക്കുപോക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് പകല് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ കഴിയണം. പക്ഷേ മിറക്കിള് അതെങ്ങനെ വരുമെന്ന് നമുക്കറിയാത്തതുകൊണ്ട്, മനുഷ്യരായതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഫെയിലിയറായി പോവും. നമ്മൾ പലപ്പോഴും ദൈവത്തോട് പറയും, ദൈവമേ ഞാൻ കാത്തിരുന്ന് മടുത്തു, ഇങ്ങനൊരു വാതിൽ എൻ്റെ മുമ്പിലുണ്ട്, ഡോർസ് എല്ലാം ഷഡാണെങ്കിൽ പോലും ഇങ്ങനൊരു വാതിൽ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞാൻ അതിനു വേണ്ടി പോകാൻ ആഗ്രഹിക്കുക, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ. പലപ്പോഴും ദൈവത്തെ നമ്മൾ കൂടെ ഉണ്ടെന്ന് വെറുതെ ദൈവത്തോടൊരു വാക്കുപോലും പറയാതെ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്ന യാത്രകൾ പലപ്പോഴും ഫെയിലായി പോകാറുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ എന്നാൽ കാത്തിരുന്ന ദൈവം വാഗ്ദത്തം കൊടുത്തൊരു ഇസഹാക്ക് അവിടെ ഉള്ളപ്പം മറിച്ചൊരു ഇസ്മായേലിന് വേണ്ടി കടന്നുപോയപ്പം അവൻ ഹ്യൂമൻലി മാനുഫാക്ചർ ചെയ്തോടൊരു ഫെയിലിയർ ഉണ്ടായപ്പോഴും ദൈവം ആ വാഗ്ദത്തം തള്ളിക്കളഞ്ഞില്ല കേട്ടോ. ദൈവം ആ വാഗ്ദത്തം വേണ്ടെന്ന് വെച്ചില്ല, ദൈവം ആ വാഗ്ദത്തം നിർത്തിവെച്ചില്ല. ഇന്ന് പകല് നീ പലപ്പോഴും തോറ്റുപോകുമ്പം, നീ പലപ്പോഴും വലിയ ഫെയിലിയറായി ദൈവത്തിൻ്റെ പദ്ധതി എഗൻസ്റ്റായി യാത്ര ചെയ്യുമ്പോഴും ദൈവം നിനക്ക് വേണ്ടി വെച്ചത് അതെന്തോ അത് അവൻ തീർച്ചയായും തന്നിരിക്കും നിശ്ചയം. അങ്ങനെ തരുന്നൊരു ദൈവത്തെയാ നമുക്ക് കാണാൻ കഴിയുന്നത്. സാറ ബാരനായി എന്ന് അറിഞ്ഞിട്ടും അവന് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ദൈവത്തെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് വേണേൽ പറയാം. അതിനുശേഷം നമുക്ക് കാണാം പിന്നീട് എന്ത് ചെയ്തു? സാറ കൺസീവായി, അബ്രഹാമിനൊരു മോനുണ്ടായി, ഐസക്ക്. അത് ഒട്ടും ലേറ്റ് അല്ല കേട്ടോ, അത് ഒട്ടും ഏർലി അല്ല, അത് അതതിൻ്റെ സമയം, ദൈവത്തിൻ്റെ സമയം, ആ അപ്പോയിൻറ്റഡ് ടൈമിൽ നീ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ വേഗം ഞാൻ ഓടിച്ചു പോയി, എൻ്റെ മുമ്പിൽ അധികം സമയമില്ലല്ലോ. നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ഡ്രീം അത് എന്നും ഡെഡായി കണ്ട ഒരു ഡ്രീം. ആരുടെ ഡ്രീമാ? യോസഫിൻ്റെ ഡ്രീം. അവൻ്റെ ഡ്രീമിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അവൻ വലിയ ഡ്രീം കണ്ടു. അവൻ്റെ ഡ്രീമിൻ്റെ പ്രത്യേകത മറ്റ് എല്ലാ കറ്റകളും എന്ത് ചെയ്യുക? അവനെ വണങ്ങുക. അവൻ്റെ ഡ്രീമിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. തൊട്ടപ്പുറത്തിരിക്കുന്നവരും സഹോദരങ്ങളും സകലരും അസൂയപ്പെടാൻ പ്രാപ്തിയുള്ള ഒരു ഡ്രീമാണ്. നമ്മുടെ മലയാളികൾക്കാണെങ്കിലും സകല മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ്, തൊട്ടപ്പുറത്തിരിക്കുന്നത് നന്നാവുന്ന എന്തല്ല,
നമുക്കിഷ്ടമല്ല. അവൻ വണങ്ങുന്നു എന്ന് കേട്ടപ്പോഴേ സഹോദരന്മാരുടെ മുഖം മാറി. എടാ, നിന്നെ ഞാൻ വണങ്ങണോ? നീ ആരാ? അത്രയൊക്കെ നീ വളർന്നോ? ദൈവം ദർശനം കൊടുത്ത, ദൈവം അവനൊരു ഡ്രീം കൊടുത്തയാന്ന് മറന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? സഹോദരങ്ങൾ പെരുമാറാൻ തുടങ്ങി. അവൻ എൻഡപ്പ് ചെയ്തെവിടാ? ഒരു പിറ്റിൽ എൻഡപ്പ് ചെയ്തു. അതിനുശേഷം അവൻ പൊത്തിഫറിന്റെ വീട്ടിൽ എൻഡപ്പ് ചെയ്തു. അതിനുശേഷം അവൻ ജയിലിൽ എൻഡപ്പ് ചെയ്തു. ഈ നാളുകളെല്ലാം അവൻ്റെ ഡ്രീം ഡെഡ് ആയിരുന്നു. അവൻ ഒരുപക്ഷെ ചോദിച്ചു കാണും, എൻ്റെ ഡ്രീം എവിടെ? ദൈവം തന്ന വാഗ്ദത്തം എവിടെ? ദൈവം തന്ന പ്രോമിസ് എവിടെ? ഞാൻ കഴിഞ്ഞ നാളുകൾ കേട്ട ദർശനങ്ങൾ, കണ്ട ദർശനങ്ങൾ, കേട്ട വാഗ്ദത്തങ്ങൾ, ദൈവമേ അത് ഡെഡായി കിടക്കുകയാണല്ലോ. ഇന്ന് പകലിലും അതിനൊരു സാധ്യതയുമില്ലല്ലോ. അസാധ്യതകളുടെ മധ്യത്തിൽ സാധ്യതയോടെ എല്ലാത്തെയും നിവർത്തിയാക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാനും നീ ഇന്ന് വിളിക്കുന്നത്. നിന്റെ പ്രോമിസസ് എത്ര ബാരനാണെങ്കിലും, പ്രോമിസസ് എത്ര ഡെഡ് ആണെങ്കിലും, അതിന് ഒരു സാധ്യതയും അതിനൊരു ഹോപ്പും ഇല്ലെങ്കിലും, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ഏറ്റെടുക്കുന്ന ദൈവജനത്തോട് ദൂതായി ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, പ്രോമിസ് തന്ന ദൈവം, പ്രോമിസ് കീപ്പറായ ദൈവം, അവൻ ഇതാ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു. ഹല്ലേലൂയ. അവന് വേണ്ടി അവൻ ജയിലിലായി കിടന്നപ്പോഴും അവൻ വെറുതെ ഇരുന്നില്ല കേട്ടോ. അവൻ്റെ ദർശനങ്ങൾ, അവന് മറ്റുള്ളവർക്ക് കിട്ടിയ ദർശനങ്ങളെല്ലാം വ്യാഖ്യാനിച്ചു. മറ്റുള്ളവർ അപ്പം ആ സമയത്തൊക്കെ അവൻ ചിന്തിച്ചു കാണും, ദൈവമേ എൻ്റെ കയ്യിൽ ഇപ്പോഴും ചങ്ങലകളാണ്, എൻ്റെ കൂടെ കിടന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു പോയി. ഇന്ന് പകലിൽ നിന്റെ കൂടുള്ളവരെല്ലാം രക്ഷപ്പെടുമ്പോഴും, നിന്റെ കൂടുള്ളവർക്കെല്ലാം അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോഴും, നിന്റെ കൂട്ടു സഹോദരങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടുമ്പോഴും, അവരൊക്കെ വാഗ്ദത്തം നേടുമ്പോഴും ദൈവത്തോട് ഇന്ന് പകൽ നീ ചോദിക്കുന്നുണ്ടോ, എൻ്റെ കയ്യിൽ മാത്രം എന്തുകൊണ്ട് ചങ്ങലകൾ? ഇന്ന് പകൽ നിന്റെ ചങ്ങലയും അടിയാൻ സമയമായി. നിന്റെ സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ അപ്പോയിന്റഡ് ടൈമിൽ ചങ്ങലകൾ പൊട്ടി വീഴും, വാതിലുകൾ നിനക്ക് വേണ്ടി വേഗം തുറക്കും. നിന്നെ രാജസന്നിധിയിൽ എത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് പകലുണ്ട്. അപ്പോയിന്റഡ് ടൈം അല്ലേ? അപ്പോയിന്റഡ് ടൈം. ജോസഫ് വാസ് എ ഡ്രീമർ അല്ലേ? ദൈവം ആ ഡ്രീമറെ, അവൻ്റെ ഡെഡ് ഡ്രീംസ് എല്ലാം, അവൻ ഡെഡ് എന്ന് വിശ്വസിച്ചത് മൊത്തം അത് ജീവിക്കുന്ന ഒരു വാഗ്ദത്തങ്ങളായി, അതിൽ അവൻ ജീവിക്കുന്നതായി മാറാനിടയായി. നമുക്ക് അതിനുശേഷം മൂന്നാമത്തെ പോയിന്റ് ഞാൻ അടുത്ത 10 മിനിറ്റ്സിനകത്ത് നിർത്തും. ലാസറിൻ്റെ ജീവിതം. ലാസറിൻ്റെ ജീവിതത്തിൽ മാർത്തയും മറിയയും യേശു കർത്താവ് ഏറ്റവും കൂടുതൽ ബെഥാനിയിൽ ആ ഭവനത്തിൽ കടന്നു പോകുന്നതായിരുന്നു. ആ ഭവനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ഉണ്ടായിരുന്നുകൊണ്ട്, യേശു കർത്താവ് വരുന്നതുകൊണ്ട് അവർ വളരെ ഹാപ്പി ആയിരുന്നു. അവരുടെ ജീവിതത്തിൽ 3 സഹോദരൻ, അവരുടെ ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവരുടെ അപ്പനും അമ്മയൊക്കെ ലാസർ ജനിച്ചപ്പോഴേ മരിച്ചു പോയെങ്കിലും, ശാപം കെട്ട വീട്ടാന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, അവരുടെ വീട്ടിൽ യേശു ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് എന്നും ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും വിഷമം, അവർ ആ ശാപമൊന്നും അവർ അതിലൊന്നും അവർ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ നാട്ടുകാരൊക്കെ പറയുന്നു ശാപം കെട്ട വീട്, മോശപ്പെട്ട വീട്. എന്നാൽ ഇതാ വീണ്ടും നാട്ടുകാർക്ക് പറയാൻ പറ്റുന്ന തരവാരത്തിൽ ഒരു ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടാവുക. മാർത്തയുടെയും മറിയുടെയും ഒറ്റ സഹോദരൻ ലാസർ ഇതാ മരിച്ചു പോവുക. യേശു കർത്താവ് അതിനു മുമ്പ് സ്ഥിരം ബെഥാനിയ വരുമ്പം കിടക്കുന്ന വീട്, ഇരിക്കുന്ന വീട്, ശിഷ്യന്മാരോടെല്ലാം ശിഷ്യന്മാർക്ക് വേണ്ടിയൊക്കെ സെർവ് ചെയ്യുന്ന ഈ ലാസറും മാർത്തയും മറിയും അല്ലേ? അവരുടെ ലൈഫിൽ ഒരു വലിയ ഡെഡ് സിറ്റുവേഷൻ, അവരുടെ സഹോദരൻ ഇതാ മരിച്ചുപോയി. അവരുടെ ഹോപ്പെല്ലാം സഹോദരനിലായിരുന്നു, അതവിടെ തീർന്നു. ആ ഹോപ്പെല്ലാം തീർന്നു. എന്നാൽ എന്തോ സംഭവിച്ചു, മരിച്ചു കഴിഞ്ഞു. യേശു കർത്താവിനെ അറിയിച്ചു. യേശു കർത്താവ് വന്നില്ല. 1-ാം ദിവസം വന്നില്ല, 2-ാം ദിവസം വന്നില്ല. എല്ലാ സിറ്റുവേഷൻസും അവർ നോക്കിയപ്പം ഇനി യാതൊരു സാധ്യതയുമില്ല. യേശു കർത്താവ് അവിടെ വന്നപ്പോൾ അവരെന്തോ പറഞ്ഞേ? എന്തോ പറഞ്ഞേ? യേശു കർത്താവ് ലേറ്റായി പോയെന്ന് പറഞ്ഞു. ഒറ്റ വാക്കി പറഞ്ഞ യേശു കർത്താവ് ലേറ്റായി പോയെന്ന് അവർ പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്തില്ല, ഒരു ചാൻസ് ഇല്ല. യേശു കർത്താവ് എന്നും വരുന്ന വീട്, യേശു കർത്താവ് താമസിക്കുന്ന വീട്, യേശു കർത്താവിനെ സെർവ് ചെയ്യുന്ന വീട്ടിൽ അവർക്ക് പോലും എന്തില്ല. അവർ പറഞ്ഞു യേശു കർത്താവിൻ്റെ സമയം കഴിഞ്ഞു പോയി, കുറച്ചുകൂടെ നേരത്തെ വന്നായിരുന്നേ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേ. നമ്മൾ ഹ്യൂമൻലി മാനുഫാക്ചർ ചെയ്യുന്ന ഇങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ പ്രോമിസ് കീപ്പറായ ദൈവത്തിൻ്റെ ശക്തി എന്തെന്ന് തിരിച്ചറിയാതെ യേശു കർത്താവിനോട് പറഞ്ഞു നീ ലേറ്റായി പോയി. യേശു കർത്താവ് അത് കേൾക്കാൻ വേണ്ടി തന്നെ കാത്തിരുന്നു. യേശു കർത്താവ് പറഞ്ഞു മുമ്പോട്ട് അവിടെ ചെന്നു ആ കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞു. ആ കല്ല് മുമ്പിൽ നിൽക്കുന്ന തടസ്സമായി നിൽക്കുന്ന കല്ലിനെ എടുത്തു മാറ്റിയിട്ട് ലാസറേ പുറത്തു വരിക, മരണത്തിൻ്റെ മേലും എല്ലാത്തിൻ്റെ മേലും അധികാരമുള്ള ദൈവം അവനോട് പറഞ്ഞു പുറത്തു വരാൻ. ഞാൻ വേഗത്തിൽ ഓടിച്ചു വിടുക. ഇന്ന് പകല് ഡെഡ്ലി സിറ്റുവേഷൻസിനെ ഏത് തടസ്സം അതിൻ്റെ മുമ്പിൽ, കല്ല് സമാനമായി എത്ര വലിയ തടസ്സം അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നെങ്കിലും അതിനെ ഒറ്റ വാക്കിനാൽ പുറത്തു വരുത്താൻ കഴിവുള്ള ദൈവം ഏറ്റവും വലിയ ഡെഡ്ലി സിറ്റുവേഷൻസിനെ ഒറ്റ വാക്കിനാൽ ഉളവാക്കാൻ കഴിയുള്ള, ഒറ്റ വാക്കിനാൽ ജീവിപ്പിക്കാൻ കഴിയുന്ന, ഒറ്റ വാക്കിനാൽ ശക്തി പകരാൻ കഴിയുന്ന
ഒരു ദൈവത്തെ ഇന്ന് പകലിൽ ഞാനും നീയും വിളിക്കുന്നത്. ഏതൊക്കെ സിറ്റുവേഷനിൽ കൂടെ ഞാനും നീയും കടന്നു പോകുന്നുണ്ടോ, ഇന്ന് പകലിൽ ഭാരപ്പെടണ്ട. കാരണം ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരും. ഒറ്റ വാക്കും കൂടെ വായിച്ച് നമ്മൾ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഹബക്കൂക്കിൻ്റെ പുസ്തകം ഹബക്കൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. യെസ് 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 ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരിക തന്നെ നിശ്ചയം, താമസിക്കുകയില്ല. ഇന്ന് പകല് നിന്റെ എല്ലാ ദർശനത്തിനും എന്ത് വെച്ചൊക്കെ ഇപ്പം ഒരു അവധിയുടെ സീസണാണ് കേട്ടോ. അത് ഒരു വെയിറ്റിംഗ് പീരീഡില്ല, അതൊരു വെയിറ്റിംഗ് പീരീഡില്ല. എന്നാൽ അതിനൊരു സമാപ്തി വച്ചിരിക്കുന്നു ദൈവമുണ്ട്. അതിനൊരു വെയിറ്റിംഗ് പീരീഡ് നീ കടന്നു പോകുന്നെങ്കിലും അതിന് വേണ്ടി അപ്പോയിന്റഡ് ടൈം നിനക്ക് വെച്ചിരിക്കുന്ന ഒരു ദൈവത്തെ അത് വരിക തന്നെ ചെയ്യും നിശ്ചയം. എത്ര വലിയ ഡെഡ്ലി സിറ്റുവേഷൻസ് ആണെങ്കിലും, എത്ര മരിച്ചവസ്ഥയാണെങ്കിലും, ഏത് വലിയ മണ്ണിൻ്റെ അടിയിലാണെങ്കിലും പുറത്തു വരാൻ വിളിക്കാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള, ശക്തിയുള്ള ദൈവം ഒറ്റ വാക്കുകൊണ്ട് അതിനെ പുറത്തു വരും. അധികം വരിക തന്നെ നിശ്ചയം. ഇന്ന് പകലിൽ ഒരുമിച്ച് പറഞ്ഞാട്ടെ, വരിക തന്നെ ചെയ്യും നിശ്ചയം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ എത്ര വലിയ അനുഭവത്തിൽ കൂടെ ജീവിതം കടന്നു പോകുന്നുണ്ടോ, എത്ര വലിയ പ്രാർത്ഥനാ വിഷയങ്ങൾ നിന്റെ മുമ്പിലുണ്ടോ, എത്ര വലിയ കരയുന്ന വേദനാജനകമായ അനുഭവം നിന്റെ മുമ്പിലുണ്ടോ, പറയണം. താമസിക്കത്തില്ല, അത് വരിക തന്നെ ചെയ്യും നിശ്ചയം. കാരണം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. അവൻ ഇന്നും മരിച്ചു പോയിട്ടില്ല. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാ. അവൻ്റെ ചെവി ഇന്ന് പകലും കേൾക്കുന്ന ദൈവമാ. അവൻ്റെ കണ്ണ് കാണാൻ കഴിയുന്ന ദൈവമാ. ഊമ വിഗ്രഹങ്ങളെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ജീവിക്കുന്ന അഖിലാണ്ടത്തിൻ്റെ ഉടയവനും സകലത്തെയും നിർമ്മിച്ച ഭൂമിയെ മണ്ഡലങ്ങളെയും ഒറ്റ വാക്കിനാൽ ഉളവാക്കിയ ദൈവത്തെയാ ഇന്ന് പകലിൽ നാം ശ്രവിക്കുന്നത്. അവൻ്റെ ശക്തി ഇന്ന് പകലിലും കുറഞ്ഞു പോയിട്ടില്ല. ഒറ്റ വാക്കുകൊണ്ട് ദൈവം ലാസറിനെ, മരിച്ച ലാസറിനെ അവൻ്റെ കല്ല് ഉരുട്ടി മാറ്റി പുറത്തു കൊണ്ടുവന്നു, ജീവിപ്പിച്ചു. ലേറ്റായി പോയെന്ന് പറഞ്ഞ സഹോദരങ്ങൾ പോലും ദൈവത്തിൻ്റെ അപ്പോയിന്റഡ് ടൈം എന്തെന്ന് തിരിച്ചറിഞ്ഞു. മനുഷ്യൻ പറയും ലേറ്റായി പോയി, മനുഷ്യൻ പറയും എല്ലാം തീർന്നു, മനുഷ്യൻ പറയും there is no more hope. പക്ഷെ ദൈവം പറയുന്നു, ഇതാ നിന്റെ അപ്പോയിന്റഡ് ടൈം വരിക തന്നെ ചെയ്യും നിശ്ചയം. ആമേൻ. ഇന്ന് പകലില് ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ മെസ്സേജ് വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുക. അബ്രഹാമിൻ്റെ പ്രോമിസ് എന്ത് ചെയ്തു? ഡിലേ ആയെന്ന് എന്ത് ചെയ്തു? അവരെല്ലാം വിശ്വസിച്ചു. സാറ വിശ്വസിച്ചു, അബ്രഹാം വിശ്വസിച്ചു, കൂടെ ഉണ്ടായിരുന്നവരെല്ലാം വിശ്വസിച്ചു. എന്താ? അബ്രഹാമിൻ്റെ പ്രോമിസ് ഡിലേ ആയി. ജോസഫിൻ്റെ ലൈഫിൽ ജോസഫിൻ്റെ പ്രമോഷൻ, അവൻ കണ്ട ദർശനം എല്ലാം ഡെഡായി. അവൻ ഇനി ഒരിക്കലും ഇതിൽ നിന്നൊരു വിമോചനം ഉണ്ടാവത്തില്ലെന്ന് എല്ലാവരും വിശ്വസിച്ചു. അതിനുശേഷം ലാസറിൻ്റെ സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ യേശു കർത്താവ് ലേറ്റായി വന്നു പോയെന്ന് എല്ലാവരും വിശ്വസിച്ചു. 3 കാര്യങ്ങളാണ്. 3ലും ഡിലേഡ്, മനുഷ്യൻ ഡിലേഡാന്ന് വിശ്വസിച്ച 3 കാര്യങ്ങളെ ദൈവം എന്ത് ചെയ്തു? ദൈവം പറഞ്ഞു ഒട്ടും ലേറ്റ് അല്ല, എൻ്റെ സമയമായിട്ടില്ല, എൻ്റെ അപ്പോയിന്റഡ് ടൈമിൽ ഞാനത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും നിശ്ചയമെന്ന് ദൈവം പറഞ്ഞു. ഇന്ന് പകലിൽ നിൻ്റെയും എൻ്റെയും വിഷയങ്ങളിൽ ഡിലേഡ് ആണെന്ന് നീ എന്തെങ്കിലും മേഖലയെ വിശ്വസിക്കുന്നുണ്ടോ? അത് നഷ്ടപ്പെട്ടു പോയി, അത് മരിച്ചു പോയി, അത് നിന്നു പോയെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പറയണം, ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ ചെയ്യുക തന്നെ ചെയ്യും നിശ്ചയം. ഇന്ന് പകലിലും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ള, എല്ലാത്തിനെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ഒരു ദൈവത്തെയാ ഞാൻ നീയും വിളിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ ലൈഫിലെ ഒരു ടെസ്റ്റിമണിയാണ് ഇന്നത്തെ മെസ്സേജ്. എൻ്റെ ലൈഫിൽ പലപ്പോഴും ഇല്ലാത്തത് ദൈവം കൊണ്ടുവന്നിട്ടുണ്ട്. പലപ്പോഴും പണ്ട് കൊച്ചിലേക്ക് ചെറിയ കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി പപ്പ പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു. ഇന്ന് എസ്രയോട് ഞാൻ സംസാരിച്ചപ്പം എസ്ര പറഞ്ഞു, എസ്ര പ്രാർത്ഥിക്കാറുണ്ട് അവൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, അവൻ്റെ ഡ്രീംസിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഞാനും എസ്രയോട് പറഞ്ഞു, എസ്രയെ ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ നമുക്ക് ദൈവത്തിന് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഡ്രീംസിന് വേണ്ടി ദൈവം തന്ന പ്രോമിസസിനെ കീപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നീ
അവൻ നിന്റെ ജീവിതത്തിൽ അത് തരും, നിശ്ചയമായും തരും. അത് താമസിക്കത്തില്ല. ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈമിൽ ദൈവം അത് ചെയ്യും. ലാസറിനെ ഉയർപ്പിച്ച യോസഫിന്റെ ജീവിതത്തിൽ രാജകൊട്ടാരത്തിലേക്ക് വേഗം അവനെ കൊണ്ടുവന്ന് അബ്രഹാമിനും സാറയ്ക്കും വാഗ്ദത്ത സന്തതിയെ തന്ന, ഞാൻ നിന്നെ വലിയ ഒരു നേഷനാക്കുമെന്ന് പറഞ്ഞ അതേ ദൈവം അതെല്ലാം നൽകി കൊടുത്ത ദൈവത്തിന്റെ അതേ പ്രവൃത്തി, ദൈവത്തിന്റെ അതേ കരം ഇന്ന് പകലിലും നമ്മുടെ ഇടയിലേക്കുണ്ട്. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേക്കാം. എല്ലാവർക്കും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേക്കാം. ഇന്ന് പകലിൽ ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധി കണ്ണുകളെ അടച്ച് ദൈവത്തോട് പറഞ്ഞാട്ടെ. ദൈവമേ, കഴിഞ്ഞ നാളുകളിൽ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. വാഗ്ദത്തങ്ങൾ നീ എനിക്ക് തന്നു. വാഗ്ദത്തങ്ങളിൽ ഞാൻ വിശ്വസിച്ച് അടിയുറച്ചു നിന്നു. പലപ്പോഴും എൻ്റെ ഹ്യൂമൻലി മാനുഫാക്ചർ ചെയ്ത് ഞാൻ മുമ്പോട്ട് യാത്ര തിരിച്ചെങ്കിലും അതെല്ലാം ഫെയിലിയേഴ്സിൽ എൻ്റെ ചെയ്തെങ്കിലും ഇന്ന് പകലിലും എനിക്ക് വാഗ്ദത്തം തന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ വാഗ്ദത്തങ്ങൾ എവിടെയൊക്കെ നഷ്ടമായി പോയോ, തുള്ളനും വെട്ടിക്കളിയും കഴിഞ്ഞ നാളുകളിൽ തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ മടക്കി വരുത്തുന്ന ദൈവം, നഷ്ടമായതിനെല്ലാം പുറത്തു വരുത്തുന്ന ദൈവം. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ മുമ്പിൽ നിന്നപ്പോൾ അവർ വിചാരിച്ചു, വാഗ്ദത്തം കേട്ട് ഞങ്ങൾ ഇറങ്ങി, മുമ്പിൽ ചെങ്കടൽ, ഇനി ഒരു വാതിലും ഞങ്ങളുടെ മുമ്പിൽ തുറക്കാനില്ല, പുറകെ വരുന്ന ഫറവോൻ ഞങ്ങളെ തിന്നുകളയും, അവൻ ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോകും, ഇതിനേക്കാളും മോശപ്പെട്ടൊരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്നവർ വിശ്വസിച്ചപ്പോൾ ഫറവോനെ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞ് ചെങ്കടലിന്റെ നടുവിലൂടെ വലിയൊരു പാത തുറന്ന ദൈവം ഇന്ന് പകലിൽ നിന്റെ വിഷയങ്ങളുടെ മേൽ തുറക്കാൻ കഴിയുള്ള അല്പസമയം എല്ലാവരും കരങ്ങളെ തട്ടി അന്യഭാഷകൾ ഇന്ന് പകലും ആ അപ്പോയിന്റഡ് ടൈം വൈകിട്ടില്ല. ആ അപ്പോയിന്റഡ് ടൈം നിന്റെ പ്രതിസന്ധികളുടെ മേൽ, പ്രശ്നങ്ങളുടെ മേൽ കൂടെ വരുത്തുന്ന ദൈവം, അതിനുമേൽ പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് പകലിലും വാതിലുകൾ അടഞ്ഞിട്ടില്ല. ശത്രുവായവൻ അടച്ചെന്ന് നിനക്ക് തോന്നിയാലും അതിന്റെ മുമ്പിൽ വാഗ്ദത്തം ദൈവം തുറക്കുന്ന ദൈവം. ഞങ്ങളുടെ പ്രിയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ നേരിട്ട പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, നേരിട്ട പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ പലപ്പോഴും ഞങ്ങൾ ഹ്യൂമൻലി മാനുഫാക്ചർ ചെയ്ത് പലതിന് മേലെ പുറകെ ഓടിയപ്പോൾ, വാഗ്ദത്തത്തെ മറന്നു കളഞ്ഞപ്പോൾ, ഇന്ന് പകലിൽ വാഗ്ദത്തത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളതിന് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കണം. വാഗ്ദത്തം ഏറ്റെടുത്ത ദൈവജനത്തെ അനുഗ്രഹിക്കണം. അവർക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്ന ദൈവം ഇന്ന് പകലുള്ളതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷിക്കാൻ ബലം തന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.